ഗൾഫ് യുദ്ധം നാലാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയും വെടി നിർത്തലിൻ്റെയോ യുദ്ധവിരാമത്തിൻ്റെയോ ശുഭലക്ഷണങ്ങളൊന്നും കാണുന്നുമില്ല. ഓരോ ദിവസവും അമേരിക്കൻ പ്രസിഡന്റ് മാറ്റി മാറ്റി പറയാറുണ്ട്, ഇറാൻ അവസാനിച്ചു കഴിഞ്ഞു, ഇറാൻ്റെ എല്ലാ കഴിവുകളും എല്ലാ സംഗതികളും തീർത്തു കഴിഞ്ഞു, അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കേണ്ട കാര്യമില്ല, അത് സ്വാഭാവികമായി തന്നെ അവസാനിച്ചിരിക്കും എന്ന രീതിയിൽ ഒരു ദിവസം പ്രസ്താവന ഇറക്കുമ്പോൾ അടുത്ത ദിവസം അദ്ദേഹം പറയും കരയുദ്ധം ബൂട്ട് ഓൺ ദ ഗ്രൗണ്ട് ആരംഭിക്കാൻ പോവുകയാണെന്ന്. ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പൽ കൂടി വന്നു ഈ പടയാളികളുടെ പങ്കാളിത്തം വഹിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്ന്. ഇറാന്റെ ഊർജ സ്രോതസ്സുകൾ ബോംബിട്ട് നശിപ്പിക്കാൻ പോവുകയാണെന്ന്, അവരുടെ വൈദ്യുതി കേന്ദ്രങ്ങൾ തകർക്കാൻ പോവുകയാണെന്ന് ഒരു ദിവസം പറയും. എല്ലാം തകർത്തു എന്ന് പലതവണ പല ആവർത്തി പറഞ്ഞ മനുഷ്യനാണ് പിന്നീട് ഇറാന്റെ അത് തകർക്കും ഇത് തകർക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഭ്രാന്തമായ ജൽപ്പനങ്ങളാണ് ഈ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വഹിക്കുന്ന ഉത്തരവാദിത്തത്തിന്റെ മഹത്വം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തത് തുടക്കം മുതലേ നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം വലിയ ലോകത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രത്തിന്റെ ഏറ്റവും പവർഫുൾ രാജ്യത്തിന്റെ അധിപനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളതും ഉണ്ടായിട്ടുള്ളതും നമുക്ക് അനുഭവവേദ്യമാണ്. ഈ അവസ്ഥയിൽ ആ മനുഷ്യൻ പറയേണ്ട വാക്കുകൾ അല്ല ഈ അടുത്ത കാലത്തായി അദ്ദേഹം ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണെന്ന് കരുതി ആശ്വസിക്കുമ്പോഴാണ് ഭീകരമായ ഇത്തരം യുദ്ധങ്ങളും അതിന്റെ ഫലമായി ഉണ്ടായി, അതിന്റെ പ്രത്യാഘാതമായി യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും അത് ഇനി വ്യാപിച്ചുകൊണ്ടിരിക്കുകയും അതിന്റെ അനന്തരഫലങ്ങൾ ലോകം പങ്കിട്ടെടുക്കാനിരിക്കുകയും ചെയ്യുന്നത്. ഈ അവസ്ഥയിൽ ഈ മനുഷ്യന്റെ വാക്കുകളുടെ ഉത്തരവാദിത്ത രാഹിത്യത്തെക്കുറിച്ച് വേവലാതിപ്പെടാൻ മാത്രമേ നമ്മളെപ്പോലുള്ളവർക്ക് കഴിയുള്ളൂ. അതേസമയത്ത് ഈ ലോകത്ത് ഒരു അന്താരാഷ്ട്ര സമൂഹമെന്നോ അന്താരാഷ്ട്ര കോടതിയെന്നോ അന്താരാഷ്ട്ര ഐക്യരാഷ്ട്ര സംഘടന എന്നോ മറ്റൊക്കെയുള്ള കുറെ സംവിധാനങ്ങൾ ഉള്ളതായി കേൾക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഒരിക്കൽ പോലും ഈ അടുത്ത കാലത്തായി അമേരിക്കയുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ കൈകടത്തിയതായോ നിയന്ത്രിക്കാൻ ശ്രമിച്ചതായോ വാക്കുകൊണ്ട് പോലും പ്രസ്താവന കൊണ്ട് പോലും അതിനെതിരെ പ്രതികരിച്ചതായോ കണ്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും നിരാശാജനകമായ ഒരു കാര്യമാണ്. ഗൾഫ് യുദ്ധം തുടങ്ങിയപ്പോഴേ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇറാനെ അമേരിക്കയും ഇസ്രായേലും അടിച്ചാൽ അവർക്ക് തിരിച്ചടിക്കാനാവുക 10,000 കിലോമീറ്ററിനപ്പുറമുള്ള അമേരിക്കയായിരിക്കില്ല, സമീപത്തുള്ള അറബ് രാജ്യങ്ങളെ ആയിരിക്കും. കാരണം അമേരിക്കയുടെ ബേസുകൾ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ബേസുകളിൽ നിന്നാണ് ഇവരെ അടിക്കുന്നതും. അപ്പൊ സ്വാഭാവികമായും ആ ബേസുകളിലേക്ക് തിരിച്ചടിക്കാൻ ഇറാൻ നിർബന്ധിതമാകും. അത് അമേരിക്കക്കും അമേരിക്കൻ താല്പര്യങ്ങൾക്കും എതിരായ തിരിച്ചടിയായി മാത്രമേ ഇറാൻ കണക്കാക്കാനാവുകയുള്ളൂ. അനുഭവിക്കേണ്ടി വരുന്നത് ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ പോലും. ഇസ്രായേലിന് ഇതിൽ ഇരട്ട ലാഭമാണ്. എങ്ങനെയും ഗൾഫ് രാജ്യങ്ങളുടെ രാഷ്ട്രീയ അവസ്ഥകൾ തകർത്ത് അനിശ്ചിതത്വം ഉണ്ടാക്കി ആ രാഷ്ട്രങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ദൂര പദ്ധതിയാണ്. അതിലേക്കുള്ള ചുവടുവയ്പ് തന്നെയാണ് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം. ഒരു വെടിക്ക് പല പക്ഷികളാണ് ഇസ്രായേലിന്. അമേരിക്കക്കാവട്ടെ അവരുടെ വരുമാന സ്രോതസ്സായ ഗൾഫിലെ എണ്ണപ്പാടങ്ങൾ, അതിലെ ഭീമമായ വിഹിതങ്ങൾ അവർക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. അവർക്കാണ്, അമേരിക്കക്ക് പ്രത്യക്ഷമായി ഇതിൽ നഷ്ടമുണ്ട് സാമ്പത്തികമായി തന്നെ. 1974 സൗദി അറേബ്യയുമായി അമേരിക്ക ഉണ്ടാക്കിയ ഒരു ഉടമ്പടി, പെട്രോ ഡോളർ കരാർ. അതിന്റെ പേരിലാണ് നമ്മൾ ഗൾഫ് പണത്തെ പെട്രോ ഡോളർ എന്ന് പറയാൻ തുടങ്ങിയത്. 50 കൊല്ലത്തേക്കായിരുന്നു ആ കരാർ. അതായത് 2024 ജൂണിൽ ആ കരാർ അവസാനിച്ചെന്നും അത് സൗദി അറേബ്യ വീണ്ടും പുതുക്കിയിട്ടില്ലെന്നും ഒരു വർത്തമാനം കേൾക്കാനുണ്ട്. പക്ഷേ അമേരിക്കക്കും ഗൾഫ് രാഷ്ട്രങ്ങൾക്കും ഇടയിൽ ഈ ഒരൊറ്റ പെട്രോ ഡോളർ കരാർ അല്ലാതെ തന്നെ നൂറുകണക്കിന് കരാറുകളും നിബന്ധനകളും ഉണ്ടായിരിക്കും. ഗൾഫിന്റെ പണം മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യപ്പെടുന്നത് അമേരിക്കൻ ട്രഷറി ബോണ്ടുകളിലാണ്, അമേരിക്കയുടെ മറ്റ് ബാങ്കുകളിലും സംവിധാനങ്ങളിലുമാണ്. അമേരിക്കയുടെ സമ്പദ്ഘടനയ്ക്ക് ഗൾഫിലെ പെട്രോ ഡോളർ നൽകുന്ന സേവനം, സഹായം ചില്ലറയല്ല. ഡോളറിന്റെ മൂല്യം പിടിച്ചു നിർത്തുന്നതിൽ ഈ പെട്രോ ഡോളറിനുള്ള പങ്ക് അനിഷേധ്യമാണ്. ഈ അവസ്ഥയിൽ അറബ് ഗൾഫ് രാഷ്ട്രങ്ങൾ മുഴുവൻ
ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചതി തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ അകറ്റി നിർത്താൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണോ എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിലെ വിഷയം. ഒരിക്കലുമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 1974 US-ഉം സൗദി അറേബ്യയും തമ്മിലുള്ള പെട്രോ ഡോളർ കരാറും തുടർന്ന് മറ്റ് അനേകം ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ പലതരത്തിലുള്ള കരാറുകളും ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പെട്രോൾ വിറ്റ് കിട്ടുന്ന പണത്തിന്റെ ഭീമമായ വിഹിതം അമേരിക്കൻ ബാങ്കുകളിൽ, അമേരിക്കൻ നിക്ഷേപങ്ങളിൽ ഇവർ നിക്ഷേപിക്കേണ്ട ബാധ്യതയും കരാറോടനുബന്ധിച്ച് ഇവർക്കുള്ളപ്പോൾ ഇവർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമേരിക്കയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നു, ഇവർ വിശ്വാസയോഗ്യരല്ല, ഇവർ നമ്മുടെ രാജ്യത്തെ സഹായിക്കാനോ നമുക്ക് നേരെ വരുന്നവരെ ആക്രമണത്തെ തടുക്കാനോ പ്രാപ്തരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധം നിഷേധിക്കുക സാധ്യമല്ല ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം അതിന് മറ്റൊരു വശം, ധാർമ്മികവും മാനസികവുമായ മറ്റൊരു വശം കൂടി നമുക്ക് കാണാവുന്നതാണ്. അതായത് അമേരിക്കൻ പാശ്ചാത്യ ടെക്നോളജിയുടെ പിൻബലത്തിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഇന്ന് നേടിയ വികസനങ്ങളൊക്കെ ഉണ്ടായത്. എണ്ണ കണ്ടെത്തിയതും അത് എടുത്തുകൊണ്ടിരിക്കുന്നതും അതിനെ സംസ്കരിക്കുന്നതും അത് വിറ്റ് വിപണിയിൽ എത്തിച്ച് കാശാക്കി തിരിച്ച് ഇവർക്ക് ആഡംബര വസ്തുക്കളായി തിരിച്ചു നൽകുന്നതും എല്ലായിടത്തും അമേരിക്കൻ പാശ്ചാത്യ കരങ്ങളെ കാണാം. ഇവരെ ഒരു സുപ്രഭാതത്തിൽ വേണ്ടെന്ന് വെക്കാനാവുകയില്ല. അങ്ങനെ വേണ്ടെന്ന് വെച്ചവരുടെ അനുഭവമാണ് നമുക്ക് ലിബിയയുടെയും ഇറാഖിന്റെയും മറ്റ് സിറിയയുടെയും മറ്റ് പല രാജ്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ കാണാൻ കഴിയുന്നത്. കാരണം കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ടെക്നോളജിയും മറ്റ് സഹായ സഹകരണങ്ങളും എല്ലാം ഉപയോഗിക്കപ്പെട്ട ശേഷം ഇവർ ഒരു നിലയിലെത്തുമ്പോൾ അവരെ മറന്നു കളഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ തിരിയുക എന്നുള്ളത് അവരെ സംബന്ധിച്ച്, പാശ്ചാത്യരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അമേരിക്കയെ സംബന്ധിച്ച് അംഗീകരിക്കാനാവുന്ന ഒരു കാര്യമായി തോന്നുന്നില്ല. ഈ അവസ്ഥയിലാണ് പിന്നീട് സംഘർഷം രൂപം കൊള്ളുന്നതും ആ രാഷ്ട്രങ്ങൾ തന്നെ പാടെ നശിപ്പിക്കപ്പെടുന്നതും ആ രാഷ്ട്രത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ന്യായമായ ചില കരാറുകളിലൂടെ ലഭിച്ചുകൊണ്ടിരുന്നത് പിന്നീട് കൊള്ളയടിക്കാൻ അവർ നിർബന്ധിതരായിത്തീരുന്നതും ഈ പശ്ചാത്തലത്തിലാണെന്ന് കാണാം. ഏതായാലും നമ്മുടെ പൗരസ്ത്യ ദേശങ്ങളെക്കാൾ പാശ്ചാത്യർക്ക് അറബ് പെട്രോൾ ഡോളറിന്റെ മേൽ അവകാശങ്ങളുണ്ട് എന്നുള്ളതിന് തർക്കമേതുമില്ല. അത് അറബികൾക്കും അതിൽ വിരോധമുള്ളതായി തോന്നിയിട്ടില്ല. അപ്പോ ആ നിലക്ക് ഒരു സംഘർഷം ഉണ്ടാവുമ്പോൾ അതിന് കാരണക്കാരായവരെ ശിക്ഷിക്കുന്നതിന്റെ ഭാഗമായി, അവരെ ബഹിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി അവരുമായിട്ടുള്ള ദീർഘകാല കരാറുകൾ ഇല്ലാതാക്കണം എന്ന് പറയുന്നത് യുക്തിരാഹിത്യമാണ്, അപ്രായോഗികമാണ്. അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, അതിലുള്ള അഴിച്ചുപണികൾ, അതിലുള്ള പരിവർത്തനങ്ങൾ അറബ് ലോകം സാവകാശമെടുത്ത് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. ഒരു സുപ്രഭാതത്തിൽ ആൾ ഓഫ് എ സഡൻ എടുക്കാവുന്ന ഒരു തീരുമാനമല്ല അത് എന്ന് ചുരുക്കം. അതായത് പാശ്ചാത്യരെക്കാൾ പൗരസ്ത്യ ദേശങ്ങളെ ഇത്തരം ടെക്നോളജിയുടെയും മറ്റു കാര്യങ്ങളിലും ആശ്രയിക്കുന്നതിലും വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. വികസിത രാഷ്ട്രങ്ങളോളം തന്നെ സംഭാവന നൽകാൻ വികസ്വര രാഷ്ട്രങ്ങൾക്ക് സാധിക്കുകയില്ലല്ലോ. ഇപ്പോൾ പുതുതായി പറഞ്ഞു കേൾക്കുന്ന ഒരു വിഷയം, അമേരിക്ക ഈ യുദ്ധത്തോടുകൂടി സാമ്പത്തികമായി വലിയ ഭാരിച്ച നഷ്ടങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ നഷ്ടം നികത്തുവാൻ അറബ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ സഹായം തേടിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഇത് സ്വാഭാവികമാണ്. എൻ്റെ ഒരാഴ്ച മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇത് സൂചിപ്പിച്ചു. അമേരിക്കക്ക് ഈ നഷ്ടം സഹിക്കാൻ ഏതായാലും കെൽപ്പുണ്ടാവില്ല, സഹിക്കാൻ അവർ കൂട്ടാക്കുകയുമില്ല. ഈ നഷ്ടം അവർ അറബ് രാജ്യങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കും. അറബ് രാജ്യങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അറബ് രാജ്യങ്ങളുടെ സമ്പത്ത് മുഴുവൻ അവരുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അറബികൾക്ക് ആവശ്യമായ ആഡംബര സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത ബാക്കി കാശ് മുഴുവൻ ഇരിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ തന്നെയാണല്ലോ. അത് അവരുടെ ഭാഗ്യം മാത്രമല്ല, അവരുടെ അധ്വാനത്തിന്റെ കൂടെ ഒരു ഫലമാണ് അതെന്ന് കാണാം. അറബികൾക്ക് പറ്റിയ പിഴവ്, അവരുടെ അലസതയിലും ആഡംബര ജീവിതത്തിനും ആവശ്യമായ സമ്പത്ത് നീക്കിവെച്ച് ബാക്കിയുള്ളത് അമേരിക്കയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചത് ഒന്ന്. രണ്ടാമത്, അവരുടെ തലമുറകളെ അവർ സ്വയം പര്യാപ്തതക്ക്, സ്വയം അതിജീവനത്തിനുള്ള പദ്ധതികളൊന്നും പഠിപ്പിച്ചു വെച്ചില്ല. നിലവിലുള്ള അവരുടെ സുരക്ഷ പോലും അവർ അന്യരാഷ്ട്രങ്ങളെ ആശ്രയിച്ച്, പ്രത്യേകിച്ച് അമേരിക്കയെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. കാരണം തങ്ങളുടെ രാജ്യം ഒരു ഭീഷണി നേരിടുമ്പോൾ അതിനെ തടുക്കുന്ന പണി പോലും മറ്റൊരു രാഷ്ട്രത്തെ ഏൽപ്പിച്ചിരിക്കുക. അവരുടെ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിതിയിൽ മറ്റു പല രാഷ്ട്രങ്ങളെയും എഞ്ചിനീയർമാരെ ഏൽപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരു രാഷ്ട്രത്തിന്റെ മറ്റേതെല്ലാം തുറകളിലുള്ള കാര്യങ്ങളെയും അന്യരെ ആശ്രയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സ്വന്തം സുരക്ഷ പോലും അന്യരെ ഏൽപ്പിച്ച് സ്വസ്ഥമായിരിക്കുന്ന ഒരു സമൂഹം അറബ് ഗൾഫ് രാഷ്ട്രങ്ങളെ പോലെ വേറെ കാണാനാവില്ല. അത് അവരുടെ
അമേരിക്കയിലും പാശ്ചാത്യ ലോകത്തുമുള്ള അതിര് കവിഞ്ഞ വിശ്വാസമാവാം, അതല്ലെങ്കിൽ അവരുടെ ജന്മസിദ്ധമായ അലസതകളും ഒരു കാരണമായിരിക്കാം. ഏതൊക്കെയായാലും ലോകഘടനയിൽ പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പെട്രോ ഡോളറിന് പകരം പെട്രോ യുവാൻ, ചൈനീസ് കറൻസി രംഗപ്രവേശം ചെയ്യും എന്നൊന്നും പെട്ടെന്ന് കരുതാനാവില്ലെങ്കിലും പടിപടിയായി അതിലേക്ക് നീങ്ങാവുന്നതേ ഉള്ളൂ. ലോകക്രമം ഒരിക്കലും ഇതേ നിലയിൽ തുടരുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് മാറുകയും ചെയ്യും. പക്ഷെ ആ മാറ്റം വളരെ ഗ്രാജ്വൽ ആയിരിക്കും, സാവകാശമെടുക്കും എന്ന് സാരം. ഏതായാലും ഈ യുദ്ധത്തിന്റെ ചെലവ് അമേരിക്ക അറബ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കാൻ നിൽക്കുകയാണത്രേ. അതങ്ങനെ സംഭവിക്കുകയുള്ളൂ. ഏതായാലും അത് അവർക്കിടയിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമാണ്. നമുക്കതിൽ നഷ്ടമോ ഛേദമോ ഒന്നുമില്ല. പക്ഷേ ഇന്ത്യയെ പോലെ, കേരളത്തെ പോലെ പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ അവിടുത്തെ സ്വാഭാവികമായ സമാധാനവും ക്രമങ്ങളും തകരുമ്പോൾ അതിൻ്റെ ഒരു പങ്ക്, ആ ദുരിതത്തിൻ്റെ ഒരു പങ്ക് തീർച്ചയായും നമുക്ക് കൂടി അവകാശപ്പെട്ടതാണ്, നമുക്ക് കൂടി അർഹതപ്പെട്ടതാണ്. അത് നാം അനുഭവിക്കുക തന്നെ വേണ്ടി വരും. അതുകൊണ്ട് എത്രയും വേഗം യുദ്ധം തീർന്നു കിട്ടട്ടെ, തർക്കങ്ങൾ നല്ല രീതിയിൽ പരിഹാരമാകട്ടെ, ശാന്തമായ സമാധാനപരമായ ഒരു ലോകം പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിർത്താം.